ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിനായി കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർ കിട്ടാനാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. സാധാ മുളക് പൊടി ആണെങ്കിലും മതി. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം റെസ്റ്റിന് വെക്കണം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെച്ചതിന് ശേഷം കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ചൂടായ ഓയിലിലോട്ട് ഓരോന്നിട്ട് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂടിപ്പോയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കൻ കുക്കായിട്ടും കിട്ടില്ല നമുക്ക്. ഇതാണല്ലേ ചിക്കൻ റെഡ് കളറായിട്ടല്ലേ ഇരിക്കുന്നത്. ഫുഡ് കളറൊന്നും ഇതിന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാശ്മീരി മുളക് പൊടി മാത്രം ആഡ് ചെയ്താൽ തന്നെ ഈ കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.